തിരുവാതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൽസിയുടെ ഫേവറേറ്റ് ഐറ്റം. തിരുവാതിര പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ രാവിലെ പറഞ്ഞില്ലേ, തിരുവാതിര പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കോഴിക്കോട് ആ പ്രദേശത്ത് പ്രത്യേക ഒരു അക്കാഡമി തന്നെ ആരംഭിക്കുന്നുണ്ട്. ജിൽസി ജയരാജ് തിരുവാതിര അക്കാഡമി എന്നാണ് അതിന് പേര് ഇട്ടിരിക്കുന്നത്. പേരിൽ മാറ്റം. അനീഷ പവാർ വേദിയിലുണ്ട്. തിരുവാതിരയിലേക്ക് പോവാ അനീഷ. തീർച്ചയായും സേഫ്. ഏതായാലും തിരുവാതിരക്കിലെ മത്സരം അവിടെ വേദി 2 ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 16 ടീമുകളാണ് മത്സരിക്കുന്നത്. 4 ക്ലസ്റ്ററുകളിലായി 4 വീതം ടീമുകളാണ് മത്സരിക്കുന്നത്. അതിൽ 14 ടീമുകളും ജില്ലാതലത്തിൽ നിന്ന് സ്ഥാനം നേടി വന്നവരാണ്. അതിൽ 2 ടീമുകൾ അപ്പീലുകൾ വഴിയാണ്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ചാലക്കുടി കാർമൽ സ്കൂളിലെ കുട്ടികളാണ്. നമുക്ക് ആദ്യം അവരുടെ പെർഫോമൻസിലേക്ക് ഒന്ന് പോകാൻ തോന്നുന്നു. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, റെഡി. ഭക്തവത്സല കൃഷ്ണ നിത്യ നിർമ്മല മൂർത്തേ, ഭക്തവത്സല കൃഷ്ണ നിത്യ നിർമ്മല മൂർത്തേ, അങ്കനമാർഗങ്ങൾ ഇംഗിതമോടെ വന്നു ഇന്ത്യരങ്ങിൽ പാടിടുവാൻ കൃഷ്ണ പിന്നിയരങ്ങിൽ ആടിടുവാൻ അഴകേറും ചുവടുകളിൽ മിഴിപോലും വീണമതിൽ, അഴകേറും ചുവടുകളിൽ മിഴിപോലും വീണമതിൽ, മംഗളമായി വന്നരുളൂ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ജിൽസി, സൈഫ് അവരേതായാലും വളരെ ഭംഗിയായിട്ട് നമുക്ക് മുമ്പിൽ ചെറിയൊരു പോർഷൻ അവരുടെ കാണിച്ചിട്ടുണ്ട്. ഏതായാലും വേദിയിൽ ഇപ്പോഴും മത്സരങ്ങൾ തകൃതിയായി തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ ഒട്ടനവധി ആളുകൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ തിരക്ക് വേദികളിലുണ്ട്. തിരുവനന്തപുരത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള കലാപ്രേമികൾ ഈ മത്സരം വീക്ഷിക്കുന്നതിനായി എത്തിയിട്ടുണ്ട്. ഏതായാലും വേദി 2 തിരുവാതിരക്കളി മത്സരം പുരോഗമിക്കുകയാണ്. ഇനി അടുത്തത് 2 മണിയോടുകൂടി നാടോടി നൃത്ത മത്സരം ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ ആരംഭിക്കും. ജിൽസി, സേഫ്.